നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു സുപ്രീം കോടതിയിൽ. ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് വാസു അപ്പീൽ നൽകിയിരിക്കുന്നത്. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ടെന്നും ഗൂഢാലോചനയിൽ പങ്കില്ലെന്നുമാണ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ എൻ വാസുവിൻ്റെ വാദം. എൻ വാസുവിനെ കൂടാതെ ദേവസ്വം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു, മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു എന്നിവരുടെ ജാമ്യ വിഷയം നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. കട്ടളപ്പാളി കേസിൽ മൂന്നാം പ്രതിയാണ് എൻ വാസു. 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിൻ്റെ ശുപാർശയിലാണ് കട്ടളപ്പാളിയിലെ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. അതേസമയം ശബരിമലയിൽ നിന്ന് കൂടുതൽ സ്വർണം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ജയിലിൽ കഴിയുന്ന മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവരെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിലാണ് സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. ശബരിമല ശ്രീകോവിൽ വാതിലിൻ്റെ കട്ടളയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികളിൽ നിന്നും രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികളിൽ നിന്നും സ്വർണം കവർന്നിട്ടുണ്ട്. കൂടാതെ കട്ടളയുടെ മുകൾപ്പടി ചെമ്പുപാളിയിലും കട്ടളയ്ക്ക് മുകളിൽ പതിപ്പിച്ചുള്ള ശിവരൂപവും വ്യാളിരൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലത്തിലുമുള്ള സ്വർണം പതിച്ച ചെമ്പുപാളികളും പൊതിഞ്ഞിരുന്ന സ്വർണവും നഷ്ടമായി. ഇത്തരത്തിൽ സ്വർണം പതിച്ച 7 ചെമ്പുപാളികളിൽ നിന്നുമാണ് സ്വർണം കവർന്നതെന്നാണ് SITയുടെ കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SITയിൽ CPM ബന്ധമുള്ള പോലീസുകാരുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശബരിമലയിൽ സ്വർണം ആർക്കാണ് വിറ്റതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. 3 CPM നേതാക്കൾ പെട്ടു, ബാക്കിയുള്ളവർ ക്യൂവിലാണ്. ചില ആളുകളെ കൊണ്ട് പിണറായി വർഗീയത പറയിക്കുന്നു, എല്ലാം ചെയ്യിക്കുന്നത് പിണറായി വിജയനാണ്. ഇടതുമുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെ ശിഥിലമായി. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യട്ടെ, ചോദ്യം ചെയ്തെന്ന് കരുതി ഒരാൾ പ്രതിയാകുമോ? പോറ്റിക്കുമ്പോൾ ഫോട്ടോ എടുത്താണ് പ്രശ്നങ്ങൾ, മുഖ്യമന്ത്രിയും ചോദ്യം ചെയ്യട്ടെ. നാണം കെട്ട് നിൽക്കുമ്പോൾ ബാലൻസ് ചെയ്യാനാണ് CPM ശ്രമിക്കുന്നത്, VD സതീശൻ കുറ്റപ്പെടുത്തി. സോണിയാഗാന്ധിയുടെ ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രത്തിൽ അടൂർ പ്രകാശും ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് അറിയാൻ SIT അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. അടൂർ പ്രകാശിൻ്റെ ഡൽഹി യാത്രയിലും അന്വേഷണം നടത്തുമെന്നായിരുന്നു റിപ്പോർട്ട്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. അതീവ രഹസ്യമായിട്ടായിരുന്നു ചോദ്യം ചെയ്തത്. ദിവസങ്ങൾക്ക് ശേഷമാണ് സംഭവം പുറത്തറിഞ്ഞത്. 2019 ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയെ ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 11 രഹസ്യ കേന്ദ്രത്തിൽ വിളിച്ചു വരുത്തിയാണ് 3 മണിക്കൂർ ചോദ്യം ചെയ്തത്. ഇപ്പോൾ കഴക്കൂട്ട MLAയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് കടകംപള്ളി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലങ്ങളിലൊന്നായ മൂന്നാറിന് പുതുവർഷ സമ്മാനവുമായി KSRTC. വിനോദസഞ്ചാരികൾക്കുള്ള KSRTC രണ്ടാമത്തെ ഡബിൾ ഡെക്കർ ബസ് ഇന്നു മുതൽ സർവീസ് ആരംഭിച്ചു. രാവിലെ 8 മണിക്ക് KSRTC MD PS പ്രമോദ് ശങ്കറാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. KSRTCയിലെ തിരുവനന്തപുരം പാപ്പനംകോട് സെൻട്രൽ വർക്സിലാണ് മൂന്നാറിലേക്കുള്ള ബസ് നിർമ്മിച്ചത്. ഈ ബസ് ഇന്നലെ തന്നെ മൂന്നാറിലെത്തിച്ചു. നിലവിൽ സർവീസ് നടത്തുന്നതിന് സമാനമായ ബസ്സാണ് പുതിയതും. ദിവസേന 3 സർവീസുകളാണ് ബസ് നടത്തുന്നത്. രാവിലെ 8, 11:30, വൈകിട്ട് 3 എന്നിങ്ങനെയാണ് സമയക്രമം. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് തുടങ്ങുന്ന സർവീസ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ ദേവികുളം, ഗ്യാപ്പ് റോഡ്, ആനയിറങ്ങൽ എന്നിവിടം സന്ദർശിച്ച ശേഷം തിരികെ ഡിപ്പോയിലെത്തും. പുതുവർഷത്തിൻ്റെ തലേദിവസം മലയാളികൾ കുടിച്ചു തീർത്തത് 125.64 കോടി രൂപയുടെ മദ്യം ഔട്ട്ലെറ്റുകളും വെയർ ഹൗസുകളുമായി ഡിസംബർ 30 വിറ്റതിൻ്റെ കണക്കാണിത്. കഴിഞ്ഞ പുതുവർഷത്തേക്കാൾ 16.93 കോടി രൂപയുടെ അധിക വിൽപ്പനയാണ് ബിവറേജ് കോർപ്പറേഷൻ ഉണ്ടായത്. 2024 ഡിസംബർ 31 വിൽപ്പന 108.71 കോടിയുടേതായിരുന്നു. കടവന്ത്ര ഔട്ട്ലെറ്റിലാണ് വിൽപ്പനയിലെ ഏക കോടിപതി. 1.17 കോടിയുടെ മദ്യമാണ് ഇവിടെ വിറ്റത്. 2ാം സ്ഥാനത്ത് പാലാരിവട്ടവും 3ാം സ്ഥാനത്ത് എടപ്പാളുമാണ്. തൊടുപുഴ കഞ്ഞിക്കുഴി ഔട്ട്ലെറ്റാണ് വിൽപ്പനയിൽ ഏറ്റവും പിന്നിൽ. 4.61 ലക്ഷം രൂപയുടെ കച്ചവടം മാത്രമാണ് ഇവിടെ നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ. വിദേശ മദ്യവും ബിയറും വൈനുമായി 2.07 ലക്ഷം കേസാണ് ഈ പുതുവർഷത്തിലെന്ന് വിറ്റുപോയത്. കഴിഞ്ഞ ഡിസംബർ 30 ഇത് 1.84 ലക്ഷം കേസായിരുന്നു. ഹൈക്കോടതി അഭിഭാഷകയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പറവൂർ തൂക്കുകുളം ചിത്രയിൽ അഞ്ജിത B പിള്ളയാണ് ഇന്നലെ വൈകിട്ട് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അജികുമാറിൻ്റെയും ബിന്ദുവിൻ്റെയും മകളാണ്. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സഹോദരി ഡോക്ടർ അഞ്ജലി പിള്ള പുന്നപ്ര പോലീസ് കേസെടുത്തു. മുൻ മന്ത്രി ആന്റണി രാജുവിനെ പ്രതിയായ തൊണ്ടിമുതൽ കേസിൽ വിധി ഇന്ന് തിരുവനന്തപുരം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി കുറ്റം സമർപ്പിച്ച 19 വർഷത്തിന് ശേഷമാണ് വിധി പറയുന്നത്. മാധ്യമപ്രവർത്തകനെ തീവ്രവാദി വിശേഷിപ്പിച്ച SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ DYFI രംഗത്ത്. മാധ്യമപ്രവർത്തകൻ റഹീസ് റഷീദിനെ തീവ്രവാദി എന്ന് ആക്ഷേപിച്ച് അങ്ങേറ്റം പ്രതിഷേധാർഹമാണെന്നും ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ശ്രീനാരായണ ധർമ്മത്തിന് വിരുദ്ധമാണെന്നും DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫും സെക്രട്ടറി VS സനോജും പറഞ്ഞു.
സംസ്ഥാനത്തെ സ്കൂൾ അധ്യാപകർക്ക് കേടെക് യോഗ്യത നിർബന്ധമാക്കി സർക്കാർ ഉത്തരവ്. സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇളവ് ഒഴിവാക്കിയത്. PhDയും നെറ്റും ഉൾപ്പെടുന്ന ഉയർന്ന യോഗ്യതയുള്ളവരെ ഇനിയും കേടെക് പാസ്സാകണം. സ്ഥാനക്കയറ്റത്തിനും കേടെക് നിർബന്ധമാക്കി. സ്കൂൾ അധ്യാപക നിയമനം നേടാൻ സംസ്ഥാന സർക്കാരിൻ്റെ യോഗ്യതാ പരീക്ഷയായ കേടെക് സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ സർവീസിലെ അധ്യാപകരും കേടെക് പാസ് ആയിരിക്കണമെന്ന് സുപ്രീംകോടതി വിധിച്ചത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ്. ഉത്തരവിനെതിരെ റിവ്യൂ ഹർജി നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചതിനിടെയാണ് ടെറ്റ് നിർബന്ധമാക്കിയുള്ള തീരുമാനം. നെറ്റ്, PhD, സെറ്റ്, MPhil, M.Ed തുടങ്ങിയ ഉയർന്ന യോഗ്യത ഉള്ളവർക്കും ഇളവില്ല. പുതിയ നിയമനങ്ങൾക്കും സ്ഥാനക്കയറ്റത്തിനും ഇവരും കേടെക് പാസ്സാവണം. 5 വർഷത്തിലേറെ സർവീസുള്ളവർ കേടെക് പാസ്സായിരിക്കണമെന്നായിരുന്നു കോടതി ഉത്തരവ്. ഹൈസ്കൂൾ അധ്യാപകർക്ക് പ്രധാന അധ്യാപകരെന്നോ ഹയർ സെക്കൻഡറിയിലേക്ക് മാറ്റം വാങ്ങാനോ കേടെറ്റ് ലെവൽ 3 പരീക്ഷ ജയിക്കണം. LP, UP വിഭാഗങ്ങൾ കേടെക് 1, 2 ലെവലുകൾ ഏതെങ്കിലും പാസ്സാവണം. കേന്ദ്ര അധ്യാപക യോഗ്യതാ പരീക്ഷ CTET ജയിച്ചവർക്ക് ഇളവ് തുടരും. എയ്ഡഡ് സ്കൂളിലെ ഭിന്നശേഷി നിയമനങ്ങൾക്ക് കേറ്റ് നിർബന്ധമാണ്. നിലവിൽ സർവീസുള്ള 100 കണക്കിന് അധ്യാപകരെ പ്രതിസന്ധിയിലാക്കുന്നതാണ് ഈ തീരുമാനം. വർഷങ്ങളായി സർവീസുള്ളവർ ഇനിയും യോഗ്യതാ പരീക്ഷ എഴുതേണ്ടി വരും. കേട്ടൻ്റെ പേരിൽ സ്ഥാനക്കയറ്റം തടയില്ലെന്ന് നൽകിയ ഉറപ്പ് സർക്കാർ ലംഘിച്ചെന്ന അധ്യാപക സംഘങ്ങളുടെ വിമർശനം. സുപ്രീം കോടതി നൽകുന്ന പുനഃപരിശോധന ഹർജിയിലാണ് തീർപ്പിന് വിധേയമായിരിക്കും പുതിയ ഉത്തരവെന്ന് വിദ്യാഭ്യാസ വകുപ്പും വ്യക്തമാക്കുന്നുണ്ട്. വാഹനം ഓടിച്ച് അപകടമുണ്ടായ കേസിൽ സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭുവിനെതിരെ പോലീസ് കുരുക്ക് മുറുക്കുന്നു. താരം ഓടിച്ച കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയായിരുന്ന ലോട്ടറി വിൽപ്പനക്കാരൻ മരിച്ചോട് സിദ്ധാർത്ഥിൻ്റെ മനഃപൂർവ്വമല്ല നരഹത്യ കുറ്റം ചുമത്തി താരത്തെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഡിസംബർ 24 രാത്രി MC റോഡിലെ നാട്ടൻ കവലയിലായിരുന്നു നാടിന് നടിക്ക് അപകടം നടന്നത്. കോട്ടയം ഭാഗത്തുനിന്ന് അമിത വേഗതയിൽ സിദ്ധാർത്ഥ് ഓടിച്ച കാർ മറ്റു വാഹനങ്ങൾ ഇടിച്ച് തെറിപ്പിച്ച ശേഷമാണ് ലോട്ടറി വിൽപ്പനക്കാരനായ തമിഴ്നാട് സ്വദേശി തങ്കരാജിനെ ഇടിച്ചു വീഴ്ത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തങ്കരാജ് ഇന്ന് രാവിലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.